നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സുസജ്ജമാണ്. ഞങ്ങളെല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പോലെ തന്നെ ഉജ്ജ്വലമായ വിജയം UDF ഉണ്ടാവും. അതുപോലെ എന്നാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ഷൻ പ്രഖ്യാപിച്ച് പുതിയ രീതി അറിയാമല്ലോ UDFന്റെ വലിയ താമസമില്ലാത്ത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഇലക്ഷൻ പ്രഖ്യാപിച്ചു അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതാണ്. നിങ്ങൾ ഓരോ ചാനലിലും ഓരോ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് ഞങ്ങൾ അതെങ്കിലും തീരുമാനിക്കേണ്ട ഒരു അവകാശം ഞങ്ങൾക്ക്. ചില ചാനൽ രാവിലെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, ഉച്ചയാകുമ്പോഴേക്കും വേറെ ആളെ പറയും, പിറ്റേ ദിവസം വേറെ ആളെ പറയും. അങ്ങനെ എല്ലാ ചാനൽ കൂടി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് ഞങ്ങൾക്കൊരു ജോലി ഇല്ലാതാവൂലേ? ദയവ് ചെയ്ത് അതെങ്കിലും ഞങ്ങൾക്ക് വിട്ടു. ഞങ്ങളവിടെ ഞങ്ങളുടെ നിയോജകമണ്ഡലമാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളായിരുന്നു ഞങ്ങൾ തോറ്റത്. ആ പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം മാറി അൻവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അവിടെ UDF സ്ഥാനാർത്ഥി ആരായാലും PV അൻവർ അവിടുത്തെ സിറ്റിംഗ് MLA രാജിവെച്ച അന്ന് തന്നെ ഏത് സ്ഥാനാർത്ഥിയായാലും പിന്തുണ കൊടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പൂർണ്ണമായ പിന്തുണ UDF സ്ഥാനാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം നൽകിയ പിന്തുണ അത് വേണ്ടാന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ട്. ഏത് UDF സ്ഥാനാർത്ഥി വന്നാലും പിന്തുണയ്ക്കുമെന്ന് അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.